ഫരീദാബാദിൽ നിന്ന് അജീഷ് ജയകുമാർ കൂടി ചേരുകയാണ്. അജീഷ്, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള 3 ഡോക്ടർമാരാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണ ഏജൻസികൾ. കൂടുതൽ പേരുടെ പങ്കാളിത്തം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അജീഷ്? ദിലീപ് കുമാർ, എന്തായാലും അൽഫല സർവകലാശാലയിൽ ഇപ്പോഴും ഹരിയാന പോലീസിന്റെ പരിശോധന തുടരുകയാണ്. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്ത് വരികയാണ്. ഞാനിപ്പോൾ ഉള്ളത് അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ മാറിയുള്ള ഫത്തേപൂർ താഗ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ വീട്ടിൽ നിന്നാണ് ഈ ജമ്മു കശ്മീർ സ്പെഷ്യൽ സെല്ലും ഹരിയാന പോലീസും ചേർന്ന് 2600 കിലോ RDX അമോണിയം നൈട്രേറ്റ് പിടികൂടിയത്. ഈ വീട്ടിൽ നിന്നാണ് ദിവസങ്ങൾക്ക് മുമ്പ്. അതിന് പിന്നാലെയാണ് ഈ ഡൽഹിയിലെ ഈ സ്ഫോടനം വരുന്നത്. നമുക്ക് ഈ വീടിന്റെ അകത്തേക്ക് നമുക്ക് പോകാം. അതായത് ഈ ഡോക്ടർ മുസമ്മിൽ 2 മാസം മുമ്പായിരുന്നു ഈ വീട് വാടകയ്ക്ക് എടുത്തിരുന്നത്. അതിനുശേഷം ഇവിടെ ഈ ഡോക്ടർ മുസമ്മിലിന്റെ പല കൂട്ടാളികളും ഇവിടെ വന്നു പോകുന്നതായിട്ട് ഈ നാട്ടുകാർ പറഞ്ഞിരുന്നു. പക്ഷെ അവർക്ക് സംശയാസ്പദമായിട്ടൊന്നും തോന്നിയില്ല. അവരെ കണ്ടവരുണ്ട്. 2 മാസം മുമ്പാണ് ഈ ഡോക്ടർ മുസമ്മിൽ അടക്കം ഇവിടെ ഈ വീട് വാടകയ്ക്ക് എടുത്തിരുന്നത്. താരതമ്യേന ഒരു കുഗ്രാമമാണ്. ചുറ്റും കൃഷിയിടം ഒക്കെ നിറഞ്ഞ ആ സ്ഥലമാണ്. ഇവിടെയായിരുന്നു 2600 കിലോ RDX പിടികൂടിയത്. ഇതിനുശേഷം ഈ അൽഫല സർവകലാശാല ക്യാമ്പസിന് തൊട്ടടുത്തായിട്ട് ഈ മറ്റൊരു ലോഡ്ജ് കൂടി ഡോക്ടർ മുസമ്മലിനുണ്ടായിരുന്നു. അവിടുന്ന് 360 കിലോ ആദ്യം പിടികൂടിയിരുന്നു. അതിനുശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇവിടെ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു ചുറ്റിനും വയലാണ്, കൃഷിയിടങ്ങളാണ്. മാത്രമല്ല ചെറിയ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന, കർഷകർ താമസിക്കുന്ന ഇടം കൂടിയാണ്. ഇവിടെ നിന്നാണ് പ്രധാനപ്പെട്ട ഈ ആയുധ ശേഖരങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തത്. അതിനുശേഷമാണ് ഈ കൂടുതൽ പേരെ ചോദ്യം ചെയ്ത് ഈ അൽഫല സർവകലാശാലയിൽ ഉള്ളിലേക്ക് കടന്ന് അവിടെ നിന്ന് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നത്. നിലവിൽ ഇപ്പോൾ 52 ഡോക്ടർമാരെ അടക്കം ഈ പോലീസ് ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു കഴിഞ്ഞു. മാത്രമല്ല അവിടുത്തെ മറ്റു സ്റ്റാഫുകളെയും 80ഓളം സ്റ്റാഫുകളെയും ചോദ്യം ചെയ്തു കഴിഞ്ഞു. അതിൽ നിന്ന് ഈ പ്രധാനമായും ഇവർക്ക് കൂട്ടാളികളായി ഈ ഡോക്ടർ മുസമ്മിലിനൊപ്പം തന്നെ ഷഹീൻ ഷാഹിദിനൊപ്പം തന്നെ ഈ ഉമറിനെ കൂടാതെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഏതാണ്ട് 10 പ്രൊഫഷണൽ ഡോക്ടർമാർക്ക് തന്നെ ഇതിൽ പങ്കുണ്ടെന്നൊരു നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് എവിടെ നിന്നാണ് ഇതിന്റെ സാമ്പത്തിക സ്രോതസ്, പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നൊക്കെ ആരോപിക്കുന്നുവെങ്കിലും ഏതൊക്കെ വഴിയിലൂടെയാണ് ഇവർക്ക് ഈ സാധനങ്ങൾ കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. എന്തായാലും ആ പരിശോധനകൾ ഇപ്പോഴും അവിടെ തുടരുകയാണ്. ഇവിടുത്തെ ആളുകളെയും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു, അവരുടെ കൂട്ടാളികളെ ചോദ്യം ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഈ അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അവരുടെ അധികൃതരുടെ ഒരു പ്രതികരണം ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ഈ റെയ്ഡും ഒപ്പം തന്നെ ഈ പരിശോധന അവരുടെ ജീവനക്കാർ തന്നെ ഇത്തരത്തിലൊരു ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏർപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഒരു വിശദീകരണം ഇതുവരെയ്ക്കും വന്നിട്ടില്ല. എന്തായാലും ഈ ചോദ്യം ചെയ്യലിനും പരിശോധനയ്ക്കൊക്കെ ശേഷം ഒരു മറുപടി നമുക്ക് പ്രതീക്ഷിക്കാം. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.